സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിന്ന് മീഷോ എന്നുള്ള ഒരു 10 ടോപ്സ് നോക്കാം കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് മിക്ക ടോപ്സും ഒരു 100-നെക്കാട്ടിനും താഴെയുള്ളതാണ്. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ 150-നെക്കാട്ടിനും താഴെയുള്ളതാണ് കേട്ടോ. ഇതെല്ലാം അതെ, ഒരെണ്ണം ചിലപ്പോൾ 150-നെക്കാട്ടിനും കുറച്ച് കൂടുതൽ പോകാൻ ചാൻസ്. പക്ഷെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ സെല്ലറിന്റെ കയ്യിൽ നിന്നും കിട്ടുന്നതാണ് കേട്ടോ. ഈ ടോപ്സ് ഞാൻ ഭയങ്കര ഹൈ ക്വാളിറ്റി ആണ് അങ്ങനെ പറയുന്നില്ല, പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് കുറെ പ്രാവശ്യം ഇട്ടിട്ട് ജീൻസിൻ്റെ ഒപ്പമൊക്കെ ഇടാം, സ്കേർട്സിൻ്റെ ഒപ്പം ഇടാം, ഷോർട്സിനൊപ്പം ഇടാം. അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് പഴകി കഴിയുമ്പോൾ നമുക്ക് വീട്ടിലിടാവുന്ന ടൈപ്പാണ്. കാരണം അത്ര കംഫർട്ടബിളാണ്. വീട്ടിലിട്ട് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുടയ്ക്കാനും എടുക്കാവുന്നതാണ്. അങ്ങനത്തെ മെറ്റീരിയലുള്ള ഒരു ടോപ്സ് ആണ് കേട്ടോ. ഞാൻ അത് കൂടുതലും ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അറിയാലോ, എപ്പോഴും ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ജീൻസും ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, പെട്ടെന്ന് നമുക്ക് തീർക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ലാവൻഡർ ഷെയ്ഡിൽ പല കളറിൽ ഉള്ളതുണ്ട്. ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. 99 രൂപയാണ് കേട്ടോ. 99 റുപ്പീസേ ഉള്ളൂ. നമുക്കിത് ഈസിലി ജിമ്മിലേക്കും ഒക്കെ ഇടാം. പക്ഷെ നല്ല കംഫർട്ടബിളാണ്. ജിമ്മിലേക്ക് എപ്പോഴും നല്ലത് വേർപ്പ് അങ്ങനെ അറിയാണ്ടിരിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ, അങ്ങനത്തെ തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ അത് കംപ്ലീറ്റ്ലി വേർപ്പ് അബ്സോർബ് ചെയ്തിട്ട് അങ്ങനത്തെ ടീഷർട്ട്സ് കണ്ടിട്ടുണ്ടാവില്ലേ, ആക്റ്റീവ് വെയർസ്, ഒട്ടും തന്നെ വേർപ്പുണ്ടെന്ന് അറിയിക്കില്ല, നമ്മുടെ മേല് അങ്ങനെ വേർത്തിട്ടുണ്ടെന്ന് തോന്നൂല. പക്ഷെ എന്നാലും ഇപ്പോൾ ബിഗിനേഴ്സ് ഒക്കെയാണ് അങ്ങനെ സിമ്പിൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇടാറുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യും, അതുപോലെ ഞാൻ നന്നായിട്ട് വേർക്കൊക്കെ ചെയ്യും, എന്നാലും ഇടാറുണ്ട്. നല്ല സുഖം. പക്ഷെ മെയിനായിട്ട് നമുക്ക് ജീൻസിൻ്റെ ഒക്കെ ഒപ്പം ഇടാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള ടോപ്പാണ് ഇത്. ക്രോപ്പ് ടോപ്പിനെക്കാളും കുറച്ചും കൂടി ഒന്ന് നീളം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആവാം. വീനെക്കാണ്, അപ്പോൾ നമുക്ക് പൊക്കം തോന്നിക്കാനായിട്ട് നല്ലത്. ഇങ്ങനത്തെ സോളിഡ് കളേഴ്സിലുള്ള ടീഷർട്ട്സ് നല്ലതാണ് കേട്ടോ ഉള്ളത്. പ്രത്യേകിച്ച് വൈറ്റ്, ബ്ലാക്ക്, ബ്രൗൺ. അത് പറഞ്ഞ പ്രവർത്തി അടുത്ത് ഞാൻ ബ്രൗൺ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്രൗൺ ആണ് കേട്ടോ. ഇത് ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ചിട്ടുള്ളതാണ്. ഉപയോഗിച്ച് ഇതിൻ്റെ ഉപ്പാടിളകി എന്ന് വേണം പറയാനായിട്ട്. ഇതെനിക്ക് തോന്നുന്നു 1-2 വർഷം മുമ്പ് മേടിച്ചത്. ഞാൻ ഗോവയിലുള്ളപ്പോൾ മേടിച്ചിട്ടുള്ളതാണിത്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നൂല് പൊന്തിയിട്ടുണ്ട്. എന്നാലും ഞാനത് വീട്ടിൽ ഒക്കെ ഇപ്പോൾ ഇടാറുണ്ട് കേട്ടോ. ഇത് വീനെക്കാണ്. ഇത് അത്യാവശ്യം കവറേജ് ഉള്ളൊരു ന്യൂഡ് ബ്രാ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ വല്ലാണ്ട് നിഴലടിക്കില്ല. സാധാരണ നമ്മളിടുന്ന ഈ കോട്ടൻ്റെ അത്ര പാഡഡ് അല്ലാത്ത ബ്രാ ഒക്കെ ഇടില്ല, അങ്ങനെയാണെങ്കിൽ ഇത് സെറ്റ് ആവില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇടേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് ലൈറ്റ്ലി പാഡഡ് ആയിട്ടുള്ള അത്യാവശ്യം കവറേജ് ഉള്ളൊരു ബ്രാ ഇടുകയാണെങ്കിൽ അത് മതി കേട്ടോ. അടുത്തത് ഇത് സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള ടോപ്പാണ്. ഇത് കാണുമ്പോൾ ഇതിങ്ങനെ ഇത്ര ചെറുത് ഇട്ടാൽ എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. ഇത് വലിഞ്ഞിട്ട് നമുക്ക് ഫിറ്റ് ആവുന്ന തരത്തിൽ തന്നെയാവും. ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ബ്ലൗസായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സാരിയുടെ ഒപ്പം നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ടാവും. സ്ലീവ്ലെസ് ആയിട്ടുള്ളതാണ്. ഇത് ഒരെണ്ണത്തിന് 79 രൂപയാണ് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഒരു കോംബോ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്കെന്തോ 110 120 രൂപയ്ക്കായിട്ട് കിട്ടും. അപ്പോൾ എന്തുമാത്രം വില കുറവാണല്ലേ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വൈറ്റ് ബ്ലാക്ക് കോംബോയിലെടുത്തു. പല കോംബോസിൽ അവൈലബിൾ ആണ്. ന്യൂഡ് ഷെയ്ഡൊക്കെ ഉണ്ട്. ഇതും നിഴലടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ബ്ലൗസൊക്കെ ആയിട്ട് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. ന്യൂഡ് ബ്രാൻഡൊപ്പം പെർഫെക്റ്റ് ആയിട്ട് പോകും കേട്ടോ. ബ്ലാക്ക് വലിയ കുഴപ്പമില്ല, വൈറ്റാണ് പിന്നെയും നിഴലടിക്കുക. അതല്ല നമ്മളൊരു ക്രോപ്പ് ടോപ്പൊക്കെ ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്യൂബ് ടോപ്പ് ഇടാവുന്നതാണ്. പക്ഷെ ന്യൂഡ് ബ്രായാണ് ഇടുന്നത്, അത്യാവശ്യം കവറേജ് ഉള്ളൊരു ആണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. നമുക്ക് ഈസിലി ജീൻസിനൊപ്പം ഷോർട്സിനൊപ്പം ഒക്കെ സ്റ്റൈൽ ചെയ്യാം. പക്ഷെ മെയിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം ജാക്കറ്റ് ഇടാം. കുറേ പേർക്ക് ഡെനിം ജാക്കറ്റ് ഇഷ്ടമല്ലേ, അതിൻ്റെ താഴെ നമുക്ക് ഭയങ്കര വലിയ ടീഷർട്ടൊക്കെ ഇടുമ്പോൾ ആ ഒരു ഫിറ്റിംഗ് സെറ്റ് ആവില്ല. അപ്പോൾ ജാക്കറ്റ്സിനൊപ്പം പെയർ ചെയ്യാനായിട്ട് ഇത് ബെസ്റ്റാണ് കേട്ടോ. ഇത് ബേസിക് ആയിട്ടുള്ള 2 ഇങ്ങനത്തെ മേടിച്ച് വെച്ചാൽ അടിപൊളിയാണ്. അത്യാവശ്യം കുറേ നാൾ നിൽക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഈ ഒരു വില വെച്ച് നോക്കുമ്പോൾ നല്ലോണം നിൽക്കും. അപ്പോൾ അടുത്തത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെയാണ്, പക്ഷെ കുറച്ചൊരു വ്യത്യാസം എന്താ വെച്ചാൽ ഹൈനെക്കാണ്. പിന്നെ കുറച്ചൊരു റേസർ ബാക്ക് പോലെ വരുന്നതാണ്. ഇതും വൈറ്റ്, ബ്ലാക്ക് അങ്ങനെ പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. 98 റുപ്പീസാണ് കേട്ടോ. സിമ്പിൾ ആൻഡ് ബേസിക് ആണ്. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വൈറ്റും ബ്ലാക്കും ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധം നമ്മൾ സോർട്ടഡ് ആണ്. ജീൻസിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് പെയർ ചെയ്യാൻ അത്യാവശ്യത്തിലുള്ള ടീഷർട്ടായി. ഇതിന് മീതേക്ക് ഇടാനുള്ള ഒരു ലോങ് ജാക്കറ്റും കൂടി മേടിച്ച് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഈ സമ്മർ ടൈമിലൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് സൂപ്പർ ആയിരിക്കും കേട്ടോ.
അടുത്തതൊരു ക്യൂട്ടായിട്ടുള്ള ടോപ്പാണ് കേട്ടോ. ഇതിലൊരു കുട്ടി ഡിനോസറും ഒരു പൂമ്പാറ്റൊക്കെ ഉണ്ട്. ഇത് ഇമ്മക്കുട്ടിക്ക് ഇഷ്ടമായിട്ട് ഇമ്മക്കുട്ടി ഇട്ട് നോക്കി കേട്ടോ. ഇമ്മയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലീവ്സിൻ്റെ ഇവിടെ ലൂസായിരിക്കും, പിന്നെ ബോഡിയും കുറച്ച് ലൂസായിരിക്കും കേട്ടോ. എന്നാലും ക്രോപ്പ് ടോപ്സ് ഒക്കെ ആണെങ്കിൽ ഞാനും ഇമ്മക്കുട്ടിയും മാറ്റി മാറ്റി ഇടാറുണ്ട്. ഇത് 140 രൂപയാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. ഇതും അത്ര നേളടിക്കൊന്നുമില്ല കേട്ടോ. ന്യൂഡ് ബ്രാൻഡൊക്കെ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ സമ്മർ ടൈമിലൊക്കെ, ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. ഇത് കുറച്ച് നേർത്ത മെറ്റീരിയലാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ കുറച്ച് നേലടിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉള്ളിലൊരു സ്ലിപ്പ് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്സ് നമ്മൾ കാണിച്ചു തന്നില്ലേ വൈറ്റൊക്കെ, അത് വേണമെങ്കിൽ ഉള്ളിലിടണമെങ്കിൽ ഇടാവുന്നതാണ് കേട്ടോ. അതും ഒരു കാര്യമുണ്ട്, അതൊരു ഇന്നറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കെട്ടുണ്ട്. അപ്പോൾ നമുക്കത് കയറ്റി കിട്ടുകയാണെങ്കിൽ കുറച്ച് വയറ് കാണുന്ന പോലെയാവും, അതല്ലെങ്കിൽ നോർമൽ ടോപ്പ് പോലെ ഉണ്ടാവും. വേനൽക്കാലത്തൊക്കെ ഇടാൻ നല്ല സുഖമാണ് കേട്ടോ. ഇതൊരു 140 രൂപയാണ് ഉണ്ടാവുക. നല്ല അടിപൊളി സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്. ഒരു 10-15 തവണയൊക്കെ എന്തായാലും ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വീട്ടിലിടാവുന്നതാണ് കേട്ടോ. അടുത്തത് കോളറുള്ള ടീഷർട്ടാണ്. അതേപോലെ തന്നെ സ്ലീവ്സ് ഉണ്ട്. കുറേ പേർക്ക് ഉണ്ടാവുമല്ലോ സ്ലീവ്ലെസ് വേണ്ട, നെക്കും അത്ര ഡീപ്പ് ഉള്ളത് വേണ്ട, അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതും ഇടാൻ നല്ല സുഖമാണ്. ഇതൊരു 130 ആ ഒരു റേറ്റിലുള്ളതാണ് കേട്ടോ. ബട്ടൺ ഉണ്ട്. അപ്പോൾ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും ജീൻസിൻ്റെ ഒപ്പം ഇടാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ്. ഇതേ കണ്ടോ, അത്യാവശ്യം കട്ടിയുണ്ട്, പക്ഷെ എന്നാൽ നല്ല കംഫർട്ടബിളാണ്. അതായത് നേളടിക്കില്ല കേട്ടോ. ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്ന ഒരുവിധം എല്ലാം എക്സ്ട്രാ സ്മോൾ, ചിലത് മാത്രം സ്മോൾ ഉണ്ട്. പിന്നെ ഒന്നും ഞാൻ ഓൾട്ടർ ചെയ്തിട്ടുമില്ല കേട്ടോ. ഇത് നല്ലൊരു ടീഷർട്ടാണ്. അടുത്തത് എഗെയിൻ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ്. ഇതിന് പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എനിക്കിതിൻ്റെ അടിവശം നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ വളഞ്ഞ് നിൽക്കണം, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് സ്കേർട്സിനൊക്കെ ഒപ്പം, അതേപോലെ തന്നെ ജീൻസ് എല്ലാത്തിനും ഒപ്പം ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് ഇങ്ങനത്തെ ഒരു നെക്ക് പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിന് പല കളേഴ്സും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു 130 റുപ്പീസിൻ്റെ ഒരു റേറ്റിലുള്ളതാണ്. അടുത്തത് ഇതും കാണുമ്പോൾ കുറച്ച് നേരത്തെ മെറ്റീരിയലാണ്, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നല്ലൊരു കവറേജുള്ളൊരു ബ്രാൻഡൊപ്പം ഇടാൻ പറ്റിയതാണ്. ഇതിനും കോളർ ഉണ്ട്, പക്ഷെ സ്ലീവ്ലെസ് ആണ് കേട്ടോ. അപ്പോൾ സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ബട്ടനൊന്നുമില്ല, പക്ഷേ ഫ്രണ്ടിൽ ഇതേപോലെ ഓപ്പണിംഗ് ഉണ്ട്. ഭയങ്കര കംഫർട്ടബിളാണ് ഇടാനായിട്ട്. ഇതിൻ്റെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഒരു 150 റേറ്റിലുള്ളതാണ് കേട്ടോ. അടുത്തത് കുറച്ചൊരു കൊറിയൻ വൈബിലുള്ളതാണ്. ചെറിയ രീതിയിൽ ഓവർ സൈസ്ഡ് ആയിട്ടുള്ളതാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഊരാൻ പറ്റില്ല. വൈറ്റാണ്. എനിക്ക് ഇങ്ങനത്തെ വൈറ്റ് ടോപ്സ് കുറച്ച് ആവശ്യമുള്ളതാണ് കേട്ടോ. കാരണം നമുക്ക് ബ്രാൻഡ്സിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴും അവരെപ്പോഴും പറയുക ഇങ്ങനെ ഇതിടാൻ, വൈറ്റ് ഇടാൻ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് ലൂസായിട്ടുള്ളതാണ്. നല്ല ടോപ്പാണ് കേട്ടോ. ഇതൊരു 150 റേറ്റിലുള്ളതാണ്. ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളാണ് എന്നുള്ളതാണ്. സുഖമാണ് നമുക്ക് ഇടാനായിട്ട്. നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാം. കളറൊന്നും പോവില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് പൊന്തും. ഇതിലത്തെ ഇങ്ങനത്തെ പാറ്റേൺസ് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലത്തെ ഞാനൊരു 3-4 എണ്ണേ വാഷ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനത്തെ ഞാൻ മുന്നേ മേടിച്ചിട്ടുള്ളത് ഒരു 10-20 തവണ വാഷ് ചെയ്തിട്ടുള്ളതുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20-25 വാഷൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ട് നൂല് പൊന്തും. അതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ വീട്ടിലിടുക എന്നുള്ള രീതിക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പാറ്റേൺസൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കി തപ്പിപ്പിടിച്ച് മീഷോ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഓടിക്കാനുള്ള ഡ്രസ്സസ് നമുക്ക് വളരെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇട്ട് പോകാനും പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എങ്ങനെ സ്റ്റൈൽ ചെയ്യണോ എന്നതിലാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് സ്ലീവ്ലെസ് ആണ് ഉണ്ടെന്ന് വെച്ചാൽ മുകളിൽ ജാക്കറ്റ് ഇടാവുന്നതാണ്, ജീൻസിനൊപ്പം പെയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫുൾ സ്ലീവ്സ് ഡ്രസ്സസ് ഒക്കെ ഉണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീതേക്ക് ഈ ടീഷർട്ട്സ് ഇടാവുന്നതാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയല്ല, സ്ലീവ്സ് ഉള്ളത് വേണമെങ്കിൽ അങ്ങനെ ഇടാവുന്നതാണ്. പിന്നെ ഒരു ഡ്രസ്സസിൻ്റെ അടിയിൽ ഇടാവുന്നതാണ്. അങ്ങനെ പല രീതിയിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ടീഷർട്ട്സ് ഇടുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ ട്യൂബ് ബ്രായാണ് കേട്ടോ. ഇതൊരു ബ്രായാണ്, പാഡൊന്നുമില്ല, സിമ്പിൾ കോട്ടൺ ആണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള ബ്രാ ഇടുക, സിമ്പിൾ പാഡഡ് ആണെങ്കിൽ അങ്ങനെ, എന്നിട്ട് അതിൻ്റെ മീതെ ഇതിടുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിൽക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പ് പോലെ നമുക്ക് അത്ര കവറേജ് ഉണ്ടാവില്ല, ചൂടെടുക്കില്ല, എന്നാൽ നിഴലടിക്കുമ്പോട്ടും അറിയില്ല. ടീഷർട്ട് ഇതിൻ്റെ മീതെ ഇടുമ്പോൾ ഒട്ടും അറിയില്ല കേട്ടോ. പിന്നിലുണ്ട് ഇങ്ങനെ വല പോലെയാണ്. നല്ലത്, നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടും കേട്ടോ. അത് അല്ലെങ്കിൽ നമുക്ക് മീഷോന്ന് തന്നെ ഉണ്ടാവും, നമുക്ക് നോക്കി മേടിക്കാവുന്നതാണ്. ഇങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി മീഷോ ഹോൾ. ചടപടിയിൽ നിന്ന് നമ്മൾ തീർത്തൂല്ലേ. ഇത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ടോപ്സ് എവിടെ നിന്നാന്നുള്ളതൊക്കെ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാലും ഇതൊരു ചെറിയ വീഡിയോ ആണെങ്കിലും പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ, സോ മച്ച്, ബൈ.